ഹലോ ഇവൻ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്റ്റോക്ക്ഹോമിലാണ്. സ്വീഡന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലാണ് ഉള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ, ഒരു 2 മാസം അങ്ങനെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇപ്പം ഇന്നത്തെ ഡേറ്റ് നോക്കുവാണെങ്കിൽ ജൂൺ 21 ആണ്. ഇവിടെ ജൂൺ 21, 22 ആൻഡ് 23 മിഡ് സമ്മർ ആണ്. അതുകൊണ്ട് തന്നെ സ്വീഡൻ, ഫിൻലാൻഡ് പോലുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ജൂൺ 21 ഹോളിഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾ കരുതി ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള നാഷണൽ ഹോളിഡേയ്സിൽ ചില പ്ലേസസിലൊക്കെ ആയിട്ട് ഇവിടെ എന്താ പറയുക പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. സ്കാൻസൺ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് മെയിനായിട്ടുള്ള കാണാൻ എന്താണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ എയർ മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസിന്റെ സൂ ഉണ്ട്, അതുപോലെ തന്നെ അക്വേറിയം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടും നമുക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ മിഡ് സമ്മർ ഡേയ്സും കൂടി ആയത് കാരണം അവിടെ കുറച്ച് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് നെറ്റിൽ നോക്കിയപ്പോൾ. അപ്പോൾ അവിടെ ഇന്നലെ ആയിരുന്നു ഇവിടുത്തെ ഒരു ഫ്ലാഗ് പോസ്റ്റ് പോലെ ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞു. അപ്പോൾ ഇന്നിനി അവിടെ കുറച്ച് ഡാൻസ്, അതുപോലെ തന്നെ പാട്ട്, അങ്ങനെ ഫോക്ക് ഡാൻസ്, ഫോക്ക് പാട്ട്, അത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് അവിടെ പോയി എങ്ങനെയാ എന്തൊക്കെയാ കാര്യങ്ങൾ 45 മിനിറ്റ് ഉണ്ട് അവിടെ എത്താൻ. അപ്പൊ ഞങ്ങൾ മെട്രോ ഒരു ബസ്സൊക്കെ മാറി കയറിയിട്ടായിരിക്കും അവിടെ എത്തുന്നത്. അപ്പം നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെട്രോ സ്റ്റേഷനിലേക്ക്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ നടക്കുന്നതിന്റെ. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പം ഞങ്ങളിപ്പോൾ ലിഫ്റ്റിൽ പോവാണ്. ഞങ്ങളിപ്പോൾ സ്കാൻസൺ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇറങ്ങി വരുമ്പോൾ. ഇവിടെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഇതുണ്ടെന്ന് തോന്നുന്നു. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഉള്ളിലേക്ക് കയറി. അവിടെ 2 ടൈപ്പ് ഓഫ് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഡെയിലി ടിക്കറ്റും അതുപോലെ തന്നെ ആനുവൽ ടിക്കറ്റും. ആക്ച്വലി ആനുവൽ ടിക്കറ്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. എമൗണ്ടിൽ വലിയ ഡിഫറൻസസ് ഇല്ല. അതേസമയം ആനുവൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും 1 ഇയറിൽ ഇവിടെ വിസിറ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ നേരെ ചെന്ന് കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ ഡക്കിനെയായിരുന്നു. ഇവിടെ അധികവും പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൻ്റെ അടുത്തൊക്കെ കൂടുതലായും ഈ ഡക്കിനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 നല്ല ഡക്കിനെ കണ്ടു. അപ്പോൾ അതിനിങ്ങനെ ജസ്റ്റ് കുറച്ച് ടൈം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ മൂവ് ചെയ്തു. ഞങ്ങൾ പോയെന്ന് വലിയൊരു തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മീഡിയം തിരക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ഞങ്ങളന്ന് ഇങ്ങനെ പിന്നെ ഹോളിഡേ കഴിഞ്ഞാൽ മിഡ് സമ്മർ ഡേയ്സ് ആയിട്ട് കുറച്ചുകൂടെ റഷ് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ അത്രയൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങളിങ്ങനെ പോയി. ഇത് ഓപ്പൺ എയർ മ്യൂസിയം ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് സൈഡിലൊക്കെ നല്ല ഫ്ലവേഴ്സ് കാണാം. ഇങ്ങനെ അവരുടെ ചെടികൾ അതൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് എവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള ഫോട്ടോ കിട്ടുന്ന തരത്തിലുള്ള സെറ്റപ്പാണ് ഇവിടെ. അത് പ്രത്യേകിച്ച് യൂറോപ്പിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെന്നെത്തിയത് ഒരു ഷോപ്പിലായിരുന്നു. ആ ഷോപ്പിൽ നിങ്ങൾക്ക് കാണാം എല്ലാ സാധനങ്ങളും എന്താ പറയുക നമ്മുടെ ഈ പിന്നെ മൃഗങ്ങൾ, പക്ഷികൾ, ഫിഷ് അങ്ങനത്തതിൻ്റെയൊക്കെ ടോയ്സാണുള്ളത്. പിന്നെ അതുകൂടാതെ എല്ലാം സോഫ്റ്റ് ടോയ്സ്, ഹാർഡ് ടോയ്സൊക്കെ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് കൊടകളുണ്ട്, അതുപോലെ തന്നെ സോക്സ്, അതുപോലെ ലേഡീസിനാണെങ്കിൽ മാല, കമ്മൽ, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേക്കിൻ്റെയൊക്കെ ടോയ്സാണ്. ഞാനിപ്പോൾ കയ്യിലെടുത്തിച്ചിരിക്കുന്ന സ്നേക്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ സ്നേക്സിൻ്റെ ടോയ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ നേരെ മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ സംഭവം കണ്ടു. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് ഒരു 4 ഫ്ലോർ 5 ഫ്ലോറിലായിട്ടാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമ്മളിങ്ങനെ കുറച്ച് ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻ പോലെ കൊടുത്തിട്ടുള്ള ഒരു ഇതായിരുന്നു. 2ാമത്തെ ഫ്ലോറിലാണ് അക്വേറിയം ഉള്ളത്. അപ്പോൾ അതിൽ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫിഷസ് കാണാം. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. നമ്മൾ എന്താ പറയുക ഭയങ്കര കളറായിട്ടുള്ള ഫിഷസ് ഒന്നും അല്ല എങ്കിൽ പോലും നല്ല രസമുണ്ടായിരുന്നു. ഇത് മൂൺ ജെല്ലി ഫിഷാണ്. നല്ല രസമാണ്. അത് എന്താ പറയുക ഇങ്ങനെ ചുരുങ്ങുകയും അതുപോലെ വലുതാവുകയും ചെയ്യുന്ന കാണുമ്പോൾ നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു. കുറേ ജെല്ലീസ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു മൂൺ ജെല്ലീനെ കാണുന്നത്. പിന്നെ ഇതേപോലെ ഇതാ കുഞ്ഞി ഫിഷ്, നമ്മുടെ നാട്ടിലൊരു എന്താ പറയുക എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മറ്റേ വെള്ളൂരി എന്ന് പറയുന്നൊരു ഫിഷിനെ പോലെയൊക്കെ തോന്നി. നല്ല കുറച്ച് ചെറിയ ഫിഷസൊക്കെ ഉണ്ടായി. പിന്നെ ഇത് അടുത്തൊരു ഫിഷ്. ഈ ഫിഷ് മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല, അവിടെ തന്നെ നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് അങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് കണ്ടില്ല. എല്ലാത്തിൻ്റെയും പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ താഴെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞങ്ങളിവിടെ നമ്മുടെ കണ്ണൂർ നാട്ടിലൊക്കെ എന്താ പറയുക കുറച്ചുകൂടെ നല്ല സുലഭമായി കിട്ടുന്നൊരു സംഭവമാണ് കല്ലുമ്മക്കായ്. അപ്പം അത് ഇവിടെ ഇങ്ങനെ അക്വേറിയത്തിലൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. അതിന് മാത്രമായിട്ടുള്ള ഒരു ബ്ലോക്ക് കണ്ടു. അതല്ലാതെ ചില ഫിഷസിൻ്റെ അക്വേറിയത്തിൽ തന്നെ ആ കല്ലുമ്മക്കായ് ഇങ്ങനെ ഉള്ളതൊക്കെ ആയിട്ട് കണ്ടു. ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഫിഷാണ്. പിന്നെ ഇതെനിക്കൊരു വ്യത്യസ്തമായൊരു ഫിഷായിട്ടാണ് കേട്ടോ തോന്നിയത്. അതായത് നല്ല നീളമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വളരെ നേരിയ സൈസാണ് ആ ഫിഷ്. അതുപോലെ അതിൻ്റെ തലഭാഗം എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂർപ്പൊക്കെ ആയിട്ട് അതെനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിഷായിട്ട് തോന്നി. പിന്നെ ഇതൊക്കെ നല്ല ഒരു പല സൈസസിലുള്ള ഫിഷാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അവിടെ ഒരു ഡോർ സെറ്റപ്പ് പോലെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആ ഡോർ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പം ചിലതിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയതും ചിലതിലൊക്കെ ഒരു ഡമ്മി പോലെ ഫിഷിൻ്റെ ഒക്കെ വെച്ചിരിക്കുന്നതൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനും ആ ഒരു കൊടുത്തിരുന്ന കളറൊക്കെ നല്ല രസമുള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ മൂവ് ചെയ്തപ്പോൾ വീണ്ടും ഇതേപോലെ കുറേ ഫിഷസിനെ കാണാൻ പറ്റി. ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് ഫിഷസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് ഒരു ആർച്ച് പോലെയൊരു സംഭവമായിരുന്നു. അത് ശരിക്കും നമ്മൾ ആ ആർച്ചിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു മുകളിലോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഒരു സീൻ്റെ ഉള്ളിൽ പോയൊരു ഫീലിംഗ് ആണ് അവിടെ കിട്ടുന്നത്. ചെറിയൊരു ആർച്ചാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റുന്ന ഇങ്ങനെ പല അക്വേറിയംസ് തന്നെയാണ്. പക്ഷേ ആ ഒരു ആർച്ചിൻ്റെ ഉള്ളിൽ മാത്രം നമുക്കൊരു കയറിക്കഴിഞ്ഞ ഒരു പിന്നെ സീൻ്റെ ഉള്ളിലുള്ള ഒരു ഫീൽ പോലെ, ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിലും ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വലിയ ഫിഷസൊക്കെ ആയിരുന്നു, അത്യാവശ്യം സൈസുള്ള ഫിഷസ് ആയിരുന്നു അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. ഇത് വേറൊരു ടൈപ്പ്, ഇതൊക്കെ വേറെ പല ടൈപ്സ് ആയിട്ടുള്ള ഫിഷസാണ്. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ഒരു ചെറിയൊരു സ്പേസിനുള്ളിലല്ല അവരാക്കിയിരിക്കുന്നത്. ആ വലിയ ഫിഷിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലിയൊരു ഏരിയ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ ഒരു ചെറിയ ആ കണ്ണെന്ന് പറയുന്നത് ചെറിയൊരു സ്ക്രീനാണ്. അപ്പം എൻ്റെ മകനിപ്പോൾ എടുക്കുന്നത് അത് നമ്മൾ ചെവിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റും, അതിന് ഓരോ ഫിഷിനെ പറ്റിയൊക്കെ പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങനെ ദൂരം നടന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റൈഡ്സാണ്. അതായത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ മകൻ ഇതിലൊരു 2-3 റൈഡിലൊക്കെ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഇങ്ങനെ കാറാണ്, ലൈക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഇത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആനുവൽ ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിനുള്ളിലുള്ള റൈഡ്സിനൊന്നും തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണ്ട എന്നുള്ളൊരു കാര്യം വിചാരിക്കും. കാരണം നമ്മൾ ആനുവൽ ടിക്കറ്റ് എടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ്. അപ്പം ഞാനൊക്കെ വിചാരിച്ചു ഇതൊക്കെ ഫ്രീ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ നമ്മൾ ഓരോ റൈഡിനും അവിടെ ഇതേപോലെ ടിക്കറ്റ് എടുക്കണം. ഇതൊന്നും നമ്മുടെ ആ ആനുവൽ പാസ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നതല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 റൈഡിൽ ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു വലിയ എന്താ പറയുക ഒരു ബിൽഡിംഗ് കണ്ടു. അതായത് ഒരു ടോളായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിവിടുത്തെ എന്തൊരു ടോൾ ബിൽഡിംഗ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. എത്രയോ ഹൈറ്റൊക്കെ ഉണ്ട് അതിന്. പിന്നെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതൊരു സ്കൂളാണ്. ഈ സ്കൂൾ ഇത് പണ്ടത്തെ, അതായത് സ്വീഡനിലുള്ള പണ്ടുള്ള സ്കൂളാണിത്. ഇത് പ്രിൻസിപ്പലിൻ്റെ റൂമാണ്. അപ്പം അവർ പണ്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലായിരുന്നു. ഇവിടെ അവിടെ ഒരു മാഷുണ്ടായി. ആ മാഷിൻ്റെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു മോഡലിലെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇതാണ് ആ സ്കൂൾ. ആ സ്കൂളിൻ്റെ തൊട്ട് അടുത്തൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പിന്നെ സ്റ്റോറേജ് ആയിരുന്നു, ലൈക്ക് പഴയ ഒരു മരത്തിൻ്റെ സെറ്റപ്പിലൊക്കെ ആയിട്ട് അവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നോർഡിക് ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം പന്നി, കാട്ടുമാന്, കാട്ടുപൂച്ച, അങ്ങനെ കുറേയധികം മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായി.
പിന്നെ ഞങ്ങൾക്ക് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈഡായിരുന്നു. ഇത് നല്ല രസമുള്ളൊരു റൈഡാണ്. അതായത് ഇങ്ങനെ കാറ് ട്രാക്കിലൂടെ ഇങ്ങനെ പോകുന്നതാണ്. അത് പക്ഷേ ഒരു ചെറിയൊരു ഡിസ്റ്റൻസേ കവർ ചെയ്യുന്നുള്ളെങ്കിലും നല്ല എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലതുണ്ടായിരുന്നു. ഞാനും കൂടെ കയറിയിട്ടുണ്ടായി. പിന്നെ ഇത് കുട്ടികൾക്ക് എന്താ പറയുക, നമ്മൾ ചിൽഡ്രൻസ് സൂവിൻ്റെ തൊട്ട് മുന്നേ എത്തുന്ന സമയത്ത് കുറച്ച് കളിക്കാൻ വേണ്ടിയിട്ട്, ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടായി. അപ്പോൾ അതിലൊന്നാണ് ഈ ഗുഹയിൽ ഇങ്ങനെ പോകുന്നത്. അതൊക്കെ എന്താ പറയുക, ഇങ്ങനെ ആ ഒരു വലിയ ഗുഹേൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഹോൾസൊക്കെ ആയിട്ട് അതിലൊക്കെ ഇങ്ങനെ പോയി കളിക്കാൻ കുട്ടികൾ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടായിരുന്നു. അപ്പം നല്ലൊരു സെറ്റപ്പായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ നേരെ ചിൽഡ്രൻസ് സൂവിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സൂവിലെത്തി. സൂവിലെത്തിയപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങളിങ്ങനെ എലി, അതുപോലെ തന്നെ റാബിറ്റ്, ആമ, ഫിഷ്, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ കണ്ടു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പ്ലേ ഏരിയ അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ഒരു ഡമ്മി കിച്ചൺ ഉണ്ടായി. ആ കിച്ചണിൽ എന്താ പറയുക, ഉള്ള ഐറ്റംസൊക്കെ തന്നെ പിന്നെ ഡമ്മി പീസസ് ആയിരുന്നു. നമുക്കിപ്പം ഒറിജിനൽ പോലെ തോന്നും, പക്ഷേ അതൊന്നും നമുക്ക് എടുക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ല. അതൊക്കെ നല്ല രസമുണ്ടായി. പിന്നെ രണ്ട് പാമ്പുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ കുറച്ച് ചെമ്മരിയാടുകളെ കണ്ടു. അത് നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ പിന്നെ കണ്ടതൊരു ഫാം ഹൗസാണ്. ഇത് നല്ല ഓൾഡ് ബിൽഡിംഗ് ആണ്. അവർ ആ പണ്ടത്തെ ബോക്സും കാര്യങ്ങളും അതൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഓൾമോസ്റ്റ് മരം കൊണ്ടുള്ള വീടുകളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാത്രങ്ങൾ, അതായത് ചെറിയ ചെറിയ പാത്രങ്ങൾ, അതുപോലെ വലിയ പാത്രങ്ങളും അതൊക്കെ കാണാം. പിന്നെ അവരുടെ പഴയ മോഡൽ ചെയറുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോറേജ് സാധനങ്ങളായിക്കോട്ടെ, അതൊക്കെ അതുപോലെ അവർ യൂസ് ചെയ്തിരുന്ന പണ്ടത്തെ ഐറ്റംസ് അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ എത്തിയത് ഞങ്ങളൊരു ചെറിയൊരു പോണ്ട് പോലത്തെ സ്ഥലത്തായിരുന്നു. അവിടെ അതൊരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായി. പക്ഷേ ആ ഒരു പോണ്ടിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫിഷോ അങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കണ്ടത് തൊട്ടടുത്തൊരു പോണ്ടിൽ ഒരു സീൽ ഫിഷിനെയാണ്. ഒന്നുകൂടി ഉണ്ടായി. അത് വെള്ളത്തിലായതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കണ്ടതൊരു മയിലിനെയാണ്. പിന്നെ നല്ല ഭംഗിയുണ്ടായി മയിലിനെ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് മയിലിനെ കാണുന്നത്. അപ്പം അത് അവിടുന്ന് ഒരു ലേഡി ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ലിസൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അത് പീലി വിടർത്തുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ആ പീലി വിടർത്തുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞ് ഈവനിങ് ആയി. ഏകദേശം ഒരു റെയിൻ്റെ ഒരു ഇതുപോലെ തോന്നിയായിരുന്നു. അപ്പം 6 മണിക്കൊക്കെ ഇത് മ്യൂസിയം ക്ലോസ് ചെയ്യുകയും ചെയ്യും. അന്ന് വേറെ പരിപാടികളുണ്ട്. അത് പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിലെല്ലാം തോന്നുന്നു. കുറച്ചുകൂടെ പുറമെയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊന്നും കണ്ടില്ല. അത് വേറൊരു സ്ഥലത്താണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കിവിടെ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞങ്ങൾ കരുതി ആനുവൽ പാസ് എടുത്തത് കൊണ്ട് ഏതായാലും പിന്നെയും കൂടെ വരാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മകനൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് വീട്ടിലേക്ക് പോയി. ഓൾറെഡി 5 മണി ആയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.